നമ്മുടെ സാന്ത്വനം 2-ലെ പഴയ മിത്ര തിരിച്ചു വന്നിരിക്കുകയാണ്. അതെ, ഭയങ്കര സന്തോഷം. കാരണം മിത്ര എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിന് ആപ്റ്റ് ആയിട്ടുള്ളത് സായി ലക്ഷ്മി തന്നെയാണ്. ആ ഒരു ക്യൂട്ട് ഫേസും ആ ഒരു ആക്ടിങ്ങും ഒക്കെ സായി ലക്ഷ്മിയുടെ തന്നെയാണ്. കുറച്ചും കൂടി അടിപൊളി. അപ്പോൾ സായി ലക്ഷ്മി തിരിച്ചു വന്നിരിക്കുകയാണ്. ശരിക്കും ഭയങ്കര ഷോക്കിംഗ് ആണ്. നമ്മുടെ ഏഷ്യാനെറ്റിലെ സാന്ത്വനം 2-ന്റെ അപ്ഡേറ്റുകളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു മൂൺലൈറ്റ് മീഡിയ മാക്സ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഒപ്പീനിയൻസ് മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ സീരിയലിന്റെ അപ്ഡേറ്റ്സിനായിട്ട് എൻ്റെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ സാന്ത്വനം 2 നമുക്കറിയാം, മിത്ര എന്ന് പറയുന്ന ക്യാരക്ടർ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് ആരാണ്? സായി ലക്ഷ്മിയാണ്. അപ്പൊ സായി ലക്ഷ്മി ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ക്യാരക്ടറിന് നല്ല സപ്പോർട്ടായിരുന്നു എല്ലാവരും കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നീട് പതിയെ ആ ഒരു ക്യാരക്ടറിൽ നിന്ന് മാറിയിട്ട് നമ്മുടെ പാർവതി നായർ, അതായത് അമ്മയറിയാതെ സീരിയൽ ചെയ്തുകൊണ്ടിരുന്ന അതിനകത്തെ ഒരു ആർട്ടിസ്റ്റ് എന്ത് ചെയ്തു? ഈ മിത്ര എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യാൻ തുടങ്ങി. മോശമൊന്നും ആയിരുന്നില്ല, നല്ല രീതിയിൽ തന്നെയാണ് ആ ഒരു പുള്ളിക്കാരിയും ഇത് ചെയ്തത്. പക്ഷെ കുറച്ചും കൂടി ഈ പറയുന്ന മിത്ര എന്ന് പറയുന്ന ക്യാരക്ടറിന് ചേരുന്ന ഒരു ഫേസ്, കുറച്ചും കൂടി ചേരുന്ന ഒരു ഫേസ് ആരുടേതായിരുന്നു? നമ്മുടെ പഴയ മിത്രയായ സായി ലക്ഷ്മിയുടെ തന്നെയാണ്. കാരണം കുറച്ചും കൂടെ ക്യൂട്ടാണ് പുള്ളിക്കാരി. മറ്റേ ആളും ഓക്കെയാണ്, ഈ പുള്ളിക്കാരി കുറച്ചും കൂടെ ക്യൂട്ടാണ്. ആ ക്യാരക്ടറിന് കുറച്ചും കൂടി ആപ്റ്റ് ആയിട്ടുള്ളത് ഈ സായി ലക്ഷ്മിയാണ്. അപ്പൊ സായി ലക്ഷ്മി പോയിട്ട് ഞാൻ അതിന്റെ ആ ഒരു സായി ലക്ഷ്മി ആദ്യം മാറുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രൊമോയൊക്കെ വന്നപ്പോഴത്തേക്കും ഭയങ്കര അയ്യോ സായി ലക്ഷ്മി മാറുന്നോ, അയ്യോ എന്തോ പോലെ കേട്ടോ, പുതിയ ആൾ വന്നപ്പം ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ലെവലിലായിരുന്നു. പിന്നീട് ഡെയിലി പ്രൊമോസ് ഒക്കെ കാണാം, ഓക്കെ ആയി വന്നിരുന്നു. പക്ഷെ ഇപ്പോ ഒരു പ്രൊമോ പുതിയതായിട്ട് വന്നിരിക്കുകയാണ്. ആ പ്രൊമോക്കകത്താണ് നമ്മുടെ പഴയ മിത്രയെ കാണിച്ചിരിക്കുന്നത്. കൂടുതൽ ചേർച്ച നമ്മുടെ ആര്യനുമായിട്ട് ഈ മിത്രയ്ക്കാണോ അതോ നമ്മുടെ പുതിയ മിത്രയ്ക്കാണോ? നിങ്ങൾ പറ. നമ്മുടെ പഴയ മിത്രയ്ക്കല്ലേ, പണ്ടത്തെ മിത്രയല്ലേ? കുറച്ചും കൂടി അവർ തമ്മിലുള്ള ഒരു പേരല്ലേ കുറച്ചും കൂടി ചേർച്ചയുള്ളത്? നമുക്കറിയാം, ഏഷ്യാനെറ്റിലെ പല സൂപ്പർ ഹിറ്റ് സീരിയലുകളിൽ നിന്നും പലരും ഇതുപോലെ എക്സിറ്റ് ആയി പോയിട്ട് പിന്നീട് പ്രേക്ഷകരുടെ ഭയങ്കരമായ ആവശ്യം കാരണവും അല്ലെങ്കിൽ ആ ക്യാരക്ടറിന് ആ ഒരു മുഖമാണ് ചേർച്ച എന്ന് കരുതിക്കൊണ്ട് തിരിച്ചു വന്നിട്ടുള്ള പല സീരിയലുകളും ഉണ്ട്. നമ്മുടെ മൗനരാഗം സീരിയൽ അതിനൊരു എക്സാമ്പിൾ ആണ്. അതിലെ സരയു, നിങ്ങൾക്കറിയാം, ആദ്യം അത് ചെയ്തിരുന്ന സരയു മാറിയിട്ട് പിന്നീട് പ്രതീക്ഷയാണ് ആ ക്യാരക്ടർ ചെയ്തത്. വീണ്ടും ഇപ്പൊ ആ പഴയ സരയു തന്നെയാണ് അത് ചെയ്യുന്നത്. ഓർമ്മയുണ്ടോ? നിങ്ങൾ അതിപ്പോൾ കാണുന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും. അതുപോലെ തന്നെ അതിനേക്കാൾ വമ്പൻ വിവാദമായ ഒരു സാധനമായിരുന്നു നമ്മുടെ അമ്മയറിയാതെ സീരിയൽ. അമ്മയറിയാതെ സീരിയലിലെ അമ്പാടി മാറിയിട്ട് അതിന് പകരം പുതിയൊരു അമ്പാടി വന്നിരുന്നു, വിഷ്ണു ഉണ്ണികൃഷ്ണൻ വന്നിരുന്നു. ആ വിഷ്ണു ഉണ്ണികൃഷ്ണൻ എൻ്റെ പൊന്നെ അത്രമാത്രം നെഗറ്റിവിറ്റി വാരി എറിഞ്ഞ് അവസാനം ചാനൽ തന്നെ വീണ്ടും പഴയ അമ്പാടിയെ കൊണ്ടുവരുന്ന, നമ്മുടെ നിഖിൽ നായറിനെ കൊണ്ടുവരുന്ന ലെവലിൽ ആയി. അതുപോലെ തന്നെ നമ്മുടെ കസ്തൂരിമാൻ സീരിയലിലെ നീതു, ആ നീതു ആദ്യം വന്ന നീതു അല്ല, പിന്നീട് കുറച്ച് കഴിയുമ്പോൾ പുതിയൊരു നീതു വന്നു, വില്ലത്തിയായ നീതു മാറിയിട്ട് വീണ്ടും പഴയ നീതുവിനെ അവർ തിരിച്ചിറക്കി. അപ്പൊ ഇതുപോലെ കുറേ സംഭവങ്ങൾ നമ്മളെ ഏഷ്യാനെറ്റിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു നേട്ടം നമുക്കുണ്ട്. നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടർ ചെയ്യുന്ന ആളെ പരമാവധി കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അവർ കൊണ്ടുവരും. അതുപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പറയുന്ന നമ്മുടെ പഴയ മിത്രയെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി പഴയ മിത്ര തന്നെയാണ് കുറച്ചും കൂടി ആ ക്യാരക്ടറിന് നല്ലതായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ പ്രൊമോ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ പ്രൊമോയുടെ താഴെയുള്ള ആൾക്കാരുടെ കമൻസ് നമുക്കൊന്ന് യൂട്യൂബിൽ നോക്കാമേ. പഴയ മിത്ര ആരുടെ മാച്ച്? പഴയ മിത്ര തന്നെ ആയിരുന്നു. ഇനി പൊളിക്കും, ആദ്യത്തെ മിത്ര വന്നല്ലോ. പാർവതി ആയാലും സായി ആയാലും അവരുടെ റോൾ നന്നായി ചെയ്യുന്നു. ഇനി മിത്രയെ മാറ്റരുത് എന്ന് പറയുന്നുണ്ട്. ഇനി നമ്മുടെ മിത്രയും മീനു കോംബോ പൊളിയായിരിക്കും. നമ്മുടെ മിത്ര തിരിച്ചു വന്നിരിക്കുന്നു, സൂപ്പർ. അങ്ങനെ തകർത്തു തിമിർത്തു എന്നൊക്കെ പറഞ്ഞ് എനിക്ക് പുതിയ മിത്രയായിരുന്നു ഇഷ്ടം, ബട്ട് ഇനി ഈ മിത്ര മതി, ഇറ്റ്സ് ഓക്കെ എന്ന് പറയുന്നുണ്ട്. അടുത്ത് അപ്പം അയ്യോ പഴയ മിത്ര വന്നാലും എല്ലാവരും കമന്റ് ബോക്സ് പൊട്ടിച്ചിരിക്കുകയാണ്. കാരണം ഇങ്ങനെ വാട്ട് എ സർപ്രൈസ്, സായി ലക്ഷ്മി ബാക്ക് ടു ദ ഷോ. ഇതുവരെ പോയവരൊന്നും തിരിച്ചു വന്നിട്ടില്ല. എനിവേ സ്റ്റോറി നന്നാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ കൊള്ളാം, മിത്രയായി പാർവതി മതിയായത്. കുറച്ചുപേര് പാർവതിക്കും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാലും പഴയ മിത്രയ്ക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഈ കമന്റ് ബോക്സിൽ വരുന്നത് കേട്ടോ. ഞാൻ പുതിയ മിത്ര ഒന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ കുറച്ചുകൂടി ആപ്റ്റ് ആ പഴയ ആള് തന്നെയാണ്, അത്രേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ സീരിയലിന്റെ അപ്ഡേറ്റ്സിനായിട്ട് മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ.